ഹലോ മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാൻ ഭയങ്കര പേടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യുക? പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ജന്മണ്ടെങ്കിൽ ചെയ്യാൻ പോകില്ല അല്ലേ? നമ്മളിങ്ങനെ പേടിച്ച് ഇങ്ങനെ മാറി നിൽക്കലാണ് എപ്പോഴും ചെയ്യാം. അപ്പോൾ അങ്ങനെ മാറി നിന്നുകൊണ്ട് നമുക്ക് അതിനോടുള്ള പേടി മാറി കിട്ടും? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണോ നമ്മൾ പേടിക്കുന്നത് അതിനോടുള്ള ആ ഒരു പേടി നമുക്ക് മാറി കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? എന്താണോ നമ്മളെ പേടിപ്പിക്കുന്ന ആ ഒരു കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ് എപ്പോഴും പറയാറുണ്ടല്ലോ, മിസ്സിന് ട്രാഫിക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ മിസ്സിന് അത്രയും പേടിയുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് അവിടെ നിന്നൊക്കെ വണ്ടി വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ വീട്ടിൽ മാറി ഇരുന്നുകൊണ്ട് ഇനി വണ്ടി ഒന്നും ഓടിക്കില്ല, ഞാനവിടെ വീട്ടിലിങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പേടി മാറി കിട്ടുമോ? ഒരിക്കലും ഇല്ല അല്ലേ? നമ്മളെ എന്താണോ പേടിപ്പിക്കുന്നത് അത് നമ്മളെ ഇറങ്ങി അങ്ങ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മിസ്സിന് ഇപ്പോൾ ട്രാഫിക്കാണ് പേടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രാഫിക്കിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം. അത് പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു പേടി മാറി കിട്ടുള്ളൂ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ എക്സാംസും. പലർക്കും എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. മാത്രമല്ല എക്സാമിന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. കാരണം ഇത്തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസ് വളരെ കുറച്ചാണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ആ തലേ ദിവസത്തെ മാരത്തോൺ ലൈവ് മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടണം, അതേപോലെ തന്നെ ഫുൾ കോൺഫിഡൻസോട് കൂടെ തന്നെ ഇത്തവണത്തെ എക്സാം എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറേ എക്സാംസ്, നമ്മുടെ ഫൈനൽ എക്സാം പോലെയുള്ള എക്സാംസ് നമുക്ക് വീണ്ടും നമ്മൾ എഴുതി നോക്കണം അല്ലേ? അപ്പോൾ ഒരു വട്ടമല്ലേ ഇപ്പോൾ ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ഇനി മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ വഴി? ഒരു വഴിയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് മിസ് ഇതേ വന്നിട്ടുള്ളത്. നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം സീരീസ് ഇതേ തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ആ ഒരു എക്സാമിനോടുള്ള പേടിയൊക്കെ മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മുടെ ആനുവൽ എക്സാം ആകുമ്പോഴേക്കും ഫുൾ കോൺഫിഡൻസോട് കൂടെ നമ്മുടെ കുട്ടികൾക്ക് എക്സാം ഹാളിലേക്ക് പോകാനും എക്സാം എഴുതാനും കഴിയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ എക്സാം സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ വെബ്സൈറ്റിലായിരിക്കും. നിങ്ങൾക്ക് അതായത് നമ്മുടെ examwinner.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ആ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് അവിടെ പോയിട്ട് തപ്പി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാനുള്ള സൈറ്റ്, ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെൻ്റെ കുട്ടികൾ ഓരോ ദിവസം ചെയ്യുക. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഓരോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എക്സാം വരില്ലേ? ഇപ്പോൾ മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ അടുത്ത എക്സാം ആയിരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേഴ്സ്ഡേ വെനസ്ഡേ അടുത്ത എക്സാം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ എക്സാമിൻ്റെയും ലിങ്ക് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വീഡിയോയിലേക്ക് വന്നാൽ മതി. ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? ഓരോ ദിവസത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മറക്കില്ലല്ലോ, എല്ലാ ദിവസവും കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതങ്ങനെ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ പേടികളൊക്കെ, നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു ധാരണ കിട്ടും. അതേപോലെ തന്നെ എക്സാമിനോടുള്ള പേടിയും മാറി കിട്ടും. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ? അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേഗം തന്നെ നോക്കിക്കോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, മിസ് ഇപ്പോൾ ഇന്നൊരു ടൈം എന്ന് പറയുന്നില്ല, കാരണം എല്ലാവർക്കും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന സമയം മിസ് പറയുന്ന ആ സമയം തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആകുന്നത് അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേറെ ആരും നോക്കാനില്ല അല്ലേ? അതായത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം വേണം. വെറുതെ കോപ്പി അടിച്ച് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത്രയും സിൻസിയർ ആയിട്ട് വേണം ഈ ഒരു എക്സാം എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ലാതായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക? വളരെ സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതിയാൽ മതി മക്കളെ. ഓക്കെ, ആരും ഇങ്ങനെ കോപ്പി അടിച്ചിട്ട് അവിടെ നിന്ന് നോക്കിയിട്ടൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ ഒന്നും എഴുതരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, പക്കാ സെറ്റാണല്ലോ? ഓക്കെ, നല്ല ഓണസ്റ്റ് ആയിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതാം. ദെൻ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി വെക്കുക ഏതൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ്, എങ്ങനെയാണ് ആൻസർ വരേണ്ടത് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. ദെൻ നിങ്ങൾ എഴുതിയ എക്സാമും അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറും കറക്റ്റ് തന്നെയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ മൺഡേ ആണ് നിങ്ങൾക്ക് എക്സാം നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ആയിരിക്കും എന്തുണ്ടാവുക? ചൊവ്വാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ കിട്ടുക. ഓക്കെ, ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 നിങ്ങൾക്ക് ആൻസർ കീ കിട്ടുക. അപ്പോൾ അതായത് ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ
ദിവസമായിരിക്കും അതിൻ്റെ ആൻസർ കീ കിട്ടുക. ഓക്കെ, ആ ആൻസർ കീ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ലൈവായിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ആൻസർ കീ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് 5:30 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കീയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മുതലേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ കുട്ടികളെ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫുൾ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഒരു അവസരം. എക്സാമിനോടുള്ള ഫുൾ പേടി മാറി കിട്ടും. നല്ല ഫുൾ കോൺഫിഡൻസോട് കൂടെ തന്നെ എൻ്റെ കുട്ടികൾക്ക് എക്സാം എഴുതാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് മുതലേ തന്നെ വേഗം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. എല്ലാവരും എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസത്തെയും എക്സാംസിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും എക്സാമിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ പക്കാ ശരിയാണോ? എല്ലാവർക്കും പക്കാ ക്ലിയർ ആയി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം ചെയ്താൽ